ഞങ്ങളുടെ സുന്ദരി ചേച്ചിയാണ്. എപ്പോൾ അമ്പലത്തിൽ വന്നാലും എല്ലാ പൂജയുടെ എല്ലാം പുള്ളിക്കാരിയാണ് കൗണ്ടറിലിരിക്കുന്ന എല്ലാ പൂജകളൊക്കെ പറഞ്ഞു തരുന്ന നല്ലൊരു ചേച്ചിയാണ്. ചേച്ചിക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുണ്ടാവില്ല ഈ അമ്പലത്തിലേക്ക് ഐശ്വര്യമുള്ള അമ്പലം. ഈ അമ്പലത്തിന് എത്ര പഴക്കമുണ്ടാവും ചേച്ചി? 2000 വർഷത്തോളം. ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇന്ന് എന്തൊരു നല്ല ദിവസമല്ലേ ഗോപു? അതെ അതെ. രാവിലെ എണീറ്റ് 6:30 എണീറ്റ്, അല്ല സോറി കേട്ടോ, 4:45 എണീറ്റ് 6:30 കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി സുഖായി തൊഴുത്. അത് ഞങ്ങളുടെ ഫേവറേറ്റ് അമ്പലം തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം. ഇതിനെ പറ്റി ഞങ്ങൾ പണ്ടൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭയങ്കര ഫേവറേറ്റ് അമ്പല ഗോപുവിന്റെ. രഞ്ജു ആണ് ഞങ്ങൾ ആക്ച്വലി ഇനിയും എന്റെ ഫ്രണ്ടിനെയും ഈ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയോ 1600 years മുമ്പുള്ള ഒരു പഴയ അമ്പലം. ദേവീന്റെ 2 സ്വരൂപങ്ങളാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത. അതെ, ഒന്ന് മഹിഷാസുരമർദിനിയും ഒന്ന് അന്നപൂർണേശ്വരിയും. ഇതിന്റെ ബാക്കിലും കുറെ സ്റ്റോറീസ് ഉണ്ട്. 1600 yearsനൊക്കെ മുമ്പേ ഉള്ള ഒരു അമ്പലം ആവുമ്പം ഒബ്വിയസ്ലി ആ അമ്പലത്തിനോട് ചേർന്ന് ഇഷ്ടംപോലെ കഥകളും ഉണ്ട്. നമ്മുടെ പരശുരാമൻ ഈ ദേവി പരശുരാമന്റെ മുമ്പില് അവരെ ശാന്തമാക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട ഒരു രൂപമായിരുന്നു അല്ലെ? അതെ. എന്നിട്ട് ഫുൾ കേരളത്തിന് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് ദേവീനെ അവിടെ സ്ഥാപിച്ചു. അതെ. പിന്നീട് ആരായിരുന്നു? അവധൂതൻ വന്നിട്ടാണ് അത് മഹിഷാസുരമർദിനിയാണ് എന്ന് പറഞ്ഞിട്ട് മഹിഷാസുരമർദിനിയുടെ ഒരു രൂപമായിട്ട് അവിടെ സ്ഥാപിച്ചത്. എന്നിട്ട് 8 നമ്പൂതിരിമാരുടെ ഒരു പ്രത്യേക പൂജ ചെയ്ത് ആ നമ്പൂതിരിമാരെ കുടുംബത്തോട് അവിടെ താമസിപ്പിച്ചിട്ട് പൂജ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലായിരുന്നു. വളരെ നല്ല അഭിവൃദ്ധിയും നല്ല തേജസ്സോടു കൂടി ആ അമ്പലം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാലക്കാടിലെ കുടുംബക്കാരോ എവിടെയോ ആയിട്ട് ഇവർ തമ്മിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഈ നമ്പൂതിരിമാര് പോയി വേറെ തമിഴ് ബ്രാഹ്മിൻസ് വന്നിട്ട് അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പം ഇവര് വന്ന് ഈ പൂജ ചെയ്തപ്പം അവിടെ ആ നാട്ടില് ഇതെന്ന് പറഞ്ഞാൽ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് ഇത് വരുന്നത്, ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെല്ലാം വളരെ വളരെ വലിയ വലിയ അസുഖങ്ങളും, പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാം അത് എന്ത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, ഫുള്ള് നെൽകൃഷിയും അതും ഇതും ഒക്കെയാണ്. ആ കൃഷിയെല്ലാം നശിച്ചു, ഒന്നും അങ്ങോട്ട് നന്നായി ആവുന്നില്ല. അപ്പോഴാണ് ഒരു പൂജാരി ഇതുപോലെ പറയുന്നത്, പണ്ട് പൂജ ചെയ്ത അതേ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ ചിലപ്പം ഇവിടെ ഈ ഒരു അവസ്ഥയൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് വിചാരിച്ചത്. അവിടെ നല്ല സ്വാമി വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ അന്നപൂർണേശ്വരി ദേവിയുടെ സ്വരൂപത്തിന്റെയും ഒരു അംശം കാണുന്നുണ്ട് എന്ന്. അങ്ങനെ ദേവീനെയും അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ആ നാട്ടിലെല്ലാരും കൂടി തീരുമാനിച്ചു. ഇവിടെ ഒരു കഥയുണ്ട്. എന്താന്നറിയോ? ഈ ദേവിയുടെ ഒരു സാന്നിധ്യം വന്ന ആ സ്ഥലത്തു കൂടിയാണ് ശോകനാശിനി പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്. ദേവി അന്നപൂർണേശ്വരി തന്നെ ഈ ശോകനാശിനി പുഴയോട് അവിടുന്ന് വലത്തേക്ക് മാറി ഒഴുകാൻ പറഞ്ഞു എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിന്റെ വലത്ത് സൈഡിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും കുറച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശോകനാശിനി പുഴ കാണാം. അപ്പം അതുകൊണ്ടാണ് അമ്പലത്തിന് തിരുവാലത്തൂർ, ആ വലത് എന്നുള്ളതിനെ പറഞ്ഞ് തിരുവാലത്തൂർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെയാണ് പിന്നെ ആൾക്കാർ പറഞ്ഞ് തിരുവാലത്തൂർ എന്നായത്. പിന്നെ ദേവി വന്ന് അന്നപൂർണേശ്വരി വന്നതോടുകൂടി തിരിച്ച് സമൃദ്ധിയും എല്ലാ തേജസ്സും അവിടേക്ക് അമ്പലത്തിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ പോകുമ്പം അമ്മേന്റെ 2 ഭംഗിയുള്ള ഐശ്വര്യമുള്ള സ്വരൂപമാണ് നമുക്ക് പോകുമ്പോ കാണുന്നത്. 2 ദേവീന്റെ അടുത്ത് പോകുമ്പോഴും നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക സന്തോഷവും ഒരു സമാധാനവും കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ നമ്മൾ പോകുമ്പം ആ ഫീലിംഗ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, അതൊന്ന് കാണുക തന്നെ ചെയ്യണം. അമ്പലം വളരെ വലുതുമാണ്, അതിന്റെ ചുറ്റുമുള്ള സ്ഥലവും പിന്നെ ആ മതിലുകൾ നീ ശ്രദ്ധിച്ചോ? ആ മതിലുകൾ ശരിക്കും ഭൂതഗണങ്ങള് ഒരു രാത്രി കൊണ്ട് പണിതാന്നാ പറയുന്നത്. ഇതിന് പണി തീരാത്ത അമ്പലം എന്നും കൂടി ഒരു പേരുണ്ട്. വേറൊരു കാര്യം കേൾക്കണോ? പണ്ട് ഈ ചുറ്റുമതിൽ ഇല്ലാത്ത സമയത്തട ദീപാരാധന കഴിഞ്ഞിട്ട് ഭക്തജനങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവര് മനസ്സിൽ ആഗ്രഹിച്ചു ഈ അമ്പലത്തിനൊരു ചുറ്റുമതിലും കൂടി ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്.
പിറ്റേന്ന് അവര് വന്ന് നോക്കുമ്പം ആ രാത്രി കൊണ്ട് രഞ്ജു പറഞ്ഞ പോലെ ഭൂതഗണങ്ങൾ വന്ന് ഉണ്ടാക്കി വെച്ച ചുറ്റുമതിലാണ് എന്ന്. അതിന്റെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവും? പറഞ്ഞാ വിശ്വസിക്കില്ല. ആ ചുറ്റുമതിലൊന്ന് കാണണം. വലിയ 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 പാറക്കല്ലുകളും കൊണ്ടാണ്. അതും ഒരു രാത്രിയും കൊണ്ടല്ല, ഒരു മനുഷ്യന് തന്നെ അത് വെക്കണമെങ്കിൽ ഇപ്പൊ ക്രെയിൻ സംവിധാനം ഒക്കെ ഉണ്ട്. ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പേ ഇതൊന്നും ഇല്ല. ആ സമയത്ത് ആ മതിലൊന്ന് കാണണം. അതിന്റെ ഇടയിൽ സിമെന്റോ ഒന്നുമില്ല. കല്ലുകൾ വെച്ച് 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 നല്ല വലിയ ഒരു 7 അടി 8 അടി ഉയരം ഉണ്ടാവും അല്ലെ? അതോ അതിൽ കൂടുതലുണ്ടാവും. അതിൽ ഓരോ സ്റ്റോണും കണ്ടാ അറിയാം നല്ല വലുപ്പവും വീതിയും നീളവുമുള്ള കല്ലുകൾ വെച്ച് ഉണ്ടാക്കിയ അമ്പലാണ്. അതെ, പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കിനും പണി പൂർത്തിയാക്കാനും പറ്റിയില്ല. എന്നാൽ രാവിലെ ആയപ്പോഴത്തേക്കിനും ഭൂതഗണങ്ങൾക്ക് എളുപ്പം പോണ്ടി വന്നു. എന്താന്ന് പറഞ്ഞാൽ ആൾക്കാർ അമ്പലത്തിലേക്കൊക്കെ വരുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിനെ പണി തീരാത്ത അമ്പലം എന്നും കൂടി ഒരു പേരുള്ളത്. ഇപ്പൊ ഉണ്ടല്ലോ ഈ ദിവസങ്ങളില് ഈ നവംബർ തൊട്ടിട്ട് ഡിസംബർ 2 വരെ നമ്മുടെ ഈ അമ്പലത്തില് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഈ ഉത്സവം എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ വൃശ്ചിക മാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ദേവീന്റെ ആറാട്ട്. അതെ, അതിനോടനുബന്ധിച്ച് കാർത്തിക നാളില് കാർത്തിക ദീപം തെളിയിക്കുന്നുണ്ട്. അതും ഭയങ്കര കാണാൻ ഭംഗിയുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും പോയി. അതും നെയ്യും കൊണ്ടാണ് ആ വിളക്കുകൾ മുഴുവൻ കൊളുത്തുന്നത്. ആ ചുറ്റമ്പലമുള്ള മുഴുവൻ വിളക്കുകളും കൊളുത്തുന്നത് നെയ്യ് കൊണ്ടാണ്. അപ്പം അത് നമുക്കും കൂടെ നിന്ന് കത്തിക്കാം. ഗുരുവായൂരൊക്കെ ചെയ്യുന്ന പോലെ അന്ന് നമുക്കും പോയി എല്ലാ വിളക്കുകളും കൊളുത്താനുള്ള ഒരു സാഹചര്യം കൂടി. ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ആ ദിവസം വന്നാൽ നമുക്കും അവരെ കൂടെ കൂടിയിട്ട് വിളക്ക് കത്തിക്കാം. നമ്മളെ കേരളത്തിലുണ്ടല്ലോ 108 ദുർഗാദേവി ക്ഷേത്രങ്ങളാണുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകണമെന്ന്, നമ്മൾ അമ്മേന്റെ അടുത്തേക്ക് തിരിച്ചു പോണ പോലെ പോവാൻ തോന്നുന്ന ഒരു അമ്പലമാണ് ഇവിടെ. അതെ, ഈ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗാ. അപ്പം എപ്പോഴും മിക്കവാറും ഞങ്ങൾ പോവാറുള്ള ഒരു അമ്പലം തന്നെയാണ് അത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിനൊക്കെ ഒരു സമാധാനം. പിന്നെ അവിടെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോയി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ എന്ത് പൂജയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ റെസീറ്റ് ഇങ്ങനെ നോക്കും തിരുമേനി, എന്നിട്ട് അവിടെ വെക്കും, എന്നിട്ട് പ്രസാദം കൊണ്ട് തരും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ നല്ല ഒച്ചത്തില് നല്ല സൗണ്ടില് വെളിയിൽ നിൽക്കുന്ന നമുക്ക് തന്നെ കേൾക്കാം നമ്മുടെ പേര് നാള് ഒക്കെ പറഞ്ഞ് മന്ത്രങ്ങളൊക്കെ ജപിച്ചാണ് ഇവിടെ പുഷ്പാഞ്ജലി വരെ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. നമ്മൾ പോയി തൊഴുമ്പോൾ നമ്മൾ ഈ ഒരു റെസീറ്റ് ആക്കി കൊടുക്കുമ്പോൾ അവര് നന്നായി തന്നെ പൂജ ചെയ്യുന്നുണ്ട്. അതാ തിരുമേനിമാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇവിടെ വരുന്നതിന്റെ ആ ഫീലില്ലേ, ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാവിലത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ എണീറ്റ് ഈ അമ്പലത്തിൽ പോവാ പറഞ്ഞാൽ ഏറ്റവും രസം തലേന്ന് തൊട്ടേ നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യും നമ്മളെ, അല്ലെ? നമ്മൾ അതിനു വേണ്ടി നമുക്ക് ഇഷ്ടമാണ് നല്ല നല്ല ഇഷ്ടപ്പെട്ട ആളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എത്ര നന്നായി പുറപ്പെടും, അതേപോലെയാണ് ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു പ്രത്യേക നന്നായിട്ട് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ പറയുന്നത് നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല ഭംഗിയായി രാവിലെ അവിടെ പോയി അവിടെ കേറിയ ഉടനെ തൊട്ട് നമുക്ക് അവിടുത്തെ ആ പ്രസൻസ് ഫീൽ ചെയ്യും കേട്ടോ. ചെയ്ത് ഓരോ പ്രാവശ്യം ഉള്ളിൽ പോകുമ്പോഴും നമ്മൾ ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണം വെച്ചിട്ടായിരിക്കും പോയി ഉണ്ടാവുക. പോയി അവിടെ എത്തുമ്പം സമാധാനം മാത്രം. ശരിക്കും കേട്ടോ, ആ ഒരു ഫീൽ ഒന്ന് അമ്പലത്തിൽ പോയി തന്നെ ഫീൽ ഇതേപോലത്തെ ഫീലാ ഗോപു. കോട്ടയത്ത് ഒരു പനച്ചിക്കാട് അമ്പലമുണ്ട്, സരസ്വതി ക്ഷേത്രമാണ്. അവിടെ ചെല്ലുമ്പോഴില്ലേ, ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് ശരിക്കും ഇല്ല ഈ ഗൂസ് ബംസ് എന്ന് പറയില്ല, ഇങ്ങനെ കുളിര് വന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പറയുകയും ചെയ്തു, മമ്മി ഈ അമ്പലത്തിലോട്ട് ഇറങ്ങിയപ്പം അതെങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് പോകുന്നത്, ഭയങ്കര ഒരു ഫീല് മമ്മി എന്ന് പറഞ്ഞു. ഇതേ സെയിം ഫീലാണ് എനിക്ക് തിരുവാലത്തൂർ അമ്പലത്തിൽ പോകുമ്പോഴും കിട്ടുന്നത്. എപ്പോഴും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ ഫീല് മാറുകയോ ഒന്നുമില്ല. മനസ്സിനൊരു വളരെ കുളിർമയും അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്, ഇഷ്ടം പോലെ ഹാപ്പിനെസ്സാ കിട്ടുന്നത്. എനിക്ക് എന്താ അറിയോ, ആദ്യം രഞ്ജു കൊണ്ടുപോയില്ലേ, ഫസ്റ്റ് അവിടെ കയറി ചെന്നപ്പോഴാണ് ഞാൻ സത്യമായിട്ടും പറയാണ്, എനിക്ക് തോന്നി ഞാൻ പണ്ടെപ്പോഴോ വന്ന അമ്പലാണ് എന്ന് തോന്നി. ഉള്ളില് ദേവീനെ പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ പോയി കാണുമ്പോഴും എനിക്ക് ദേവീന്റെ തേജസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ആരോ പറഞ്ഞു കേട്ടതാ, നമ്മൾ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും നമുക്ക് പ്രത്യേക പ്രാർത്ഥനകൾ, അതായത് ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ പഠിപ്പിന് വേണ്ടി, ചില സ്ഥലത്ത് ജോലിക്ക് വേണ്ടി, ചില സ്ഥലത്ത് കല്യാണം വേഗമാവാൻ വേണ്ടിയൊക്കെ പറയും. പക്ഷെ ഈ അമ്മേന്റെ അടുത്ത് നമ്മൾ ആക്ച്വലി ഒന്നും പറയണ്ടെന്ന്. നമ്മൾ അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാത്രേ നമുക്ക് എന്താ വേണ്ടേന്ന്. അപ്പൊ എനിക്ക് തോന്നിയിട്ട് പലപ്പോഴും അവിടെ എത്തി ദേവീനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒന്നും പറയാണ്ടാവാറില്ല. പോയി തൊഴുത് കഴിയുമ്പോ എന്താ പറയാ, ആ സാന്നിധ്യത്തിൽ നമ്മളിങ്ങനെ മുഴുകി നിൽക്കാണ്.
പറയുന്നത് എന്താ വെച്ചാൽ തിരിച്ചെത്തിക്കഴിഞ്ഞാല് നമ്മുടെ എന്താഗ്രഹമാണോ, നമ്മൾ എന്താണോ വിഷമം നമ്മൾ കൊണ്ടുപോയത്, ആ വിഷമം ദേവി തീർത്തിട്ടുണ്ടാകുന്നു. അതുപോലെ ഇവിടെ അന്നപൂർണേശ്വരിയുടെ ഒരു കുഞ്ഞു വിഗ്രഹവും അതുപോലെ മഹിഷാസുരമർദിനി, ശരിക്കും നമ്മളില്ലേ ആ നടേന്ന് ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കിയാ ദേവിയെ കാണില്ല. നമ്മൾ ആ അടുത്ത് നിന്ന് നോക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 അടി 6 അടി ഉയരം ഉണ്ടാവും ദേവിയുടെ ആ വിഗ്രഹത്തിന്. എന്തൊരു തേജസ്സാ അല്ലെ, എന്തൊരു തേജസ്വിനിയായിട്ടായിരിക്കുന്നത്. മഹിഷാസുരമർദ്ദിനി ഫോം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രൗദ്രഭാവാണ് പറയാ, അന്നപൂർണേശ്വരി ശാന്തമായും. പക്ഷെ രണ്ട് ദേവിമാരെയും ഫോട്ടോ നമ്മൾ നോക്കുക വെച്ചാല് ഭയങ്കര കാമാട. ദി മദർ, അമ്മ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ആ അമ്മ എന്താണോ നമുക്ക് അമ്മേന്റെ ഒരു രൂപം അവിടെ കാണാൻ പറ്റുന്നുണ്ട് ദേവീന്റെ ഉള്ളില്. അതെ, ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതുപോലെ ഇന്ന് ഉത്സവത്തിന്റെ 2ാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ പോയി പറയൊക്കെ ഇട്ടു, നെൽപ്പറ ഇട്ടു. അപ്പം അങ്ങനെ തൊഴുതു, ദേവിയെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ നന്നായി തൊഴാൻ പറ്റി. കുറേ നേരം നിന്ന് തൊഴുതു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. മനസ്സിലെ എല്ലാ ശോകനാശിനിയിൽ ദേവി ഒഴുക്കിക്കളയുന്ന പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദേവീന്റെ എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങൾക്കും കാണുന്നവർക്കും പോവാൻ പറ്റുന്നവരൊക്കെ പോവുക, തൊഴുക, അത് അനുഭവിക്കുക, അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് അവർ. Run and go.